CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഏതായാലും ലൈനപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതും ബംഗളൂരു FC-യുടെ തട്ടകമായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ഇത്രയും കാലമായിട്ടും ബംഗളൂരു FC-യെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യാവസ്ഥ കൂടിയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ എടുത്തു പറയേണ്ട രണ്ടാം പകുതിയിലെ എടുത്തു പറയേണ്ട മത്സരം എന്നത് ഗോവയ്ക്കെതിരായുള്ള കൊച്ചിയിലെ മത്സരമായിരുന്നു. ഒരു ഉഗ്രൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു നമുക്ക് ആ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് ഈ മാസം 13-ാം തീയതി അഥവാ ഈ വരുന്ന ബുധനാഴ്ച രാത്രി 7:30 ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി എത്തുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് കൊച്ചിയിലെ കരൂലിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഇനി ഏതായാലും നമുക്ക് മോഹൻ ബഗാനെതിരായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് ഒന്ന് കടക്കാം. ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കുവാൻ വേണ്ടി കരൺജിത് സിംഗ് ആണ് ഉണ്ടാവുക. ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ്, ഹോർമിപ്പാൻ റുയിവ, മിലോസ് ഡ്രിൻസിച്ച്, പ്രീതം കോട്ടാൽ എന്നിവരാണ് അണിനിരക്കുക. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ടും സന്ദീപ് സിംഗും കളിക്കുമ്പോൾ സെന്റർ ബാക്കുകളായിക്കൊണ്ട് ഹോർമിപ്പാമും മിലോസും കളിക്കാനാണ് സാധ്യത കാണുന്നത്. നമുക്കറിയാം ലെഫ്റ്റ് ബാക്കിൽ കളിക്കേണ്ടിയിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ മിന്നും താരമായ നവോച്ച സിംഗ് ആയിരുന്നു. നവോച്ച സിംഗിന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിയതിനെ തുടർന്ന് കൊണ്ട് താരത്തിന് ഈ ഒരു സീസണിൽ കിട്ടിയ യെല്ലോ കാർഡുകളുടെ എണ്ണം 4 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മോഹൻ ബഗാനെതിരായുള്ള മത്സരം നവോച്ച സിംഗിന് സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിക്കുകയില്ല. ഇനി ഏതായാലും നമുക്ക് മധ്യനിരയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ഐമൻ, ജീക്സൺ സിംഗ്, വിപിൻ മോഹനൻ, ഡൈസുകെ സക്കായി എന്നിവരാണ് അണിനിരക്കുക. റൈറ്റ് വിങ്ങിൽ ഡൈസുകെ സക്കായിയും ലെഫ്റ്റ് വിങ്ങിൽ മുഹമ്മദ് ഐമനും കളിക്കുമ്പോൾ സെന്റർ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ജീക്സൺ സിംഗും വിപിൻ മോഹനനും കളിക്കാനാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസും കൂടാതെ തന്നെ ഈ അടുത്ത് ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ലിത്വാനിയയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡോ സെർണിച്ചും അണിനിരക്കാനാണ് സാധ്യത കാണുന്നത്. ഈ ഒരു ലൈനപ്പിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ അണിനിരക്കൂ എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രമാണ്. കൂടാതെ അടുത്ത മോഹൻ ബഗാനെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നോക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനും വളരെയധികം നിർണായകം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിനായി ഒരുപാട് വർഷം ജേഴ്സി അണിഞ്ഞ ഒരു താരമായിരുന്നു സഹൽ അബ്ദുസമദ് എന്ന സൂപ്പർ താരം. പക്ഷേ ഇപ്പോൾ താരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലാണ്. ഏതായാലും ഈ വരാൻ പോകുന്ന ബുധനാഴ്ചത്തെ മത്സരത്തിൽ സഹൽ അബ്ദുസമദ് തന്റെ പഴയ കാണികളുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം നിർണായകം തന്നെയായിരിക്കും. കൂടാതെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്ക് ഷീൽഡ് ട്രോഫി സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക തന്നെ വേണം. ഏതായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടാതെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.